ഈ 87A ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ സെക്ഷനേ ആപ്ലിക്കബിൾ അല്ല. NRIസിന് ഈ ആനുകൂല്യം കിട്ടില്ല എന്ന് പറയാൻ കാരണം 87A ആനുകൂല്യം റെസിഡൻസിന് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ എല്ലാവർക്കും കൈക്കടം വാങ്ങുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യത്തിന് കൈക്കടം വാങ്ങുക എന്ന് പറയുന്നത് അത് അധികമാരും ശ്രദ്ധിക്കാത്തൊരു നിയമമാണ്. അത് 50,000 രൂപ കടം തിരിച്ചു കൊടുത്തു. ഈ രണ്ട് ട്രാൻസാക്ഷനും ക്യാഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ കഴിച്ച 80,000 രൂപ തന്നെ പെനാൽറ്റി അടിക്കാം. 15G 15H കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ മാത്രം കൊടുക്കുക, ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. കേന്ദ്ര ബജറ്റിൽ ഇൻകം ടാക്സ് പരിധി 12 ലക്ഷമായി ഉയർത്തിയതും അതിൻ്റെ ആനുകൂല്യം ആർക്കൊക്കെ കിട്ടും ആർക്കൊക്കെ കിട്ടില്ല തുടങ്ങിയ വിഷയങ്ങളായിരുന്നു മണിമേസിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ കുറേയേറെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒട്ടേറെ സംശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ ബിജോയ്, വീണ്ടും സ്വാഗതം. നമസ്കാരം. NRI അക്കൗണ്ടുകളിൽ സംബന്ധിച്ചുള്ള സംശയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു NRIകൾക്ക് ഈ പറയുന്ന 12 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു നികുതി പരിധിയുടെ ആനുകൂല്യം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന്. അത് ഏത് തരത്തിലാണ് NRIകൾക്ക് ഈ ഒരു നികുതി വിഷയം വരുന്നത്? അതായത് ഇവർ അയക്കുന്ന പണത്തിനാണോ, NRI അക്കൗണ്ടുകൾക്കാണോ, NRO അക്കൗണ്ടുകൾക്കാണോ എന്നുള്ള സംശയമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലേക്ക് വരുന്ന തുക, അതായത് പ്രവാസികൾ പുറത്ത് ജോലിയെടുത്ത് അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്തിട്ട് സമ്പാദിച്ച എമൗണ്ട് ഇന്ത്യയിലേക്ക് അയക്കുമ്പോഴത്തേക്കും അതിന് ഇന്ത്യയിൽ ഒരു ടാക്സും ഇല്ല. അതിൽ ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിക്കുന്നത് അതിന് ഈ മണി ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്കിലൂടെ ആ പണം അയക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു സർവീസ് ചാർജ് ആയിരിക്കും ചിലപ്പോൾ. അല്ലാതെ ഇൻകം ടാക്സിന് അതിലൊരു റോളും ഇല്ല. ഇൻകം ടാക്സ് അതിലൊന്നും ചെയ്യില്ല. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വിദേശത്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ സമ്പാദിച്ച പണം ഇന്ത്യയിലേക്ക് അയക്കണത് ഗവൺമെൻറ് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം അയക്കുക. അതായത് ബാങ്ക് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ഏജൻസികൾ. അതല്ലാതെ നമ്മൾ ഹുണ്ടി, ഹവാല എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ ഫോറിൻ കറൻസി കൊടുത്തിട്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള നോട്ട് വാങ്ങുന്ന ആ സിസ്റ്റം എന്ന് പറയുന്നത് എൻറ്റയർലി സിസ്റ്റം നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റാണ്. അത് ചെയ്യാതിരിക്കുക. അത് പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പുറത്ത് വലിയ എമൗണ്ട് ടാക്സേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതൊക്കെ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, NRO അക്കൗണ്ടിലാണോ NRI അക്കൗണ്ടിലാണോ? അതായത് പ്രവാസിയുടെ ഇന്ത്യയിലെ വരുമാനം എന്ന് പറയുന്നത് NRI അക്കൗണ്ടുകളിലെ മാത്രമല്ല. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടാണ്. അത് ടെക്നിക്കലി കൺസിഡർ ചെയ്യണത് ഇന്ത്യയിലുള്ളൊരു അക്കൗണ്ടായിട്ടല്ല. നമ്മളുടെ ബാങ്ക് ഇന്ത്യയിലായിരിക്കും, നമ്മൾ ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ ബ്രാഞ്ച് ഇന്ത്യയിലായിരിക്കും. പക്ഷേ ടെക്നിക്കലി ആ തുക ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ അല്ല സർക്കാർ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് അതിന് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഇന്ത്യയിൽ ഇവിടുത്തെ ഫണ്ട് ഹോൾഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിലെ എമൗണ്ടാണ്. അതിൻ്റെ അകത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. പ്രവാസിനെ സംബന്ധിച്ച് അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇനി NRO NRI അതിൽ ആളുകൾക്ക് സംശയമുണ്ട്. നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ റെസിഡൻറ്റ് എന്നുള്ളതിന് ഈ ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 6 അനുസരിച്ചിട്ട് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് പ്രവാസി ആയിട്ടുള്ള ഒരാൾ, നോൺ റെസിഡൻറ്റ് ആയിട്ടുള്ള ഒരാൾ, അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ടെറിട്ടറിയിൽ ഉണ്ടാകുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ല ഇന്ത്യയിൽ. ഒരു പ്രവാസി ഇന്ത്യക്ക് പുറത്തുണ്ടാക്കുന്ന ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് ഇല്ല. എത്ര കോടി രൂപ ഉണ്ടാക്കിയാലും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട. അദ്ദേഹം അതിനും ചെറിയ എക്സംഷൻ ഉണ്ട്. ഒരു റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സംഷൻ ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറയാന്ന് പറയുന്നത് ഇത്തിരി പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് പ്രവാസിയുടെ സ്റ്റാറ്റസ് ഒരു വിഷയം. അതെ, സ്റ്റാറ്റസ് ഒരു വിഷയമാണ്. അതിൽ ജനറലി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, സെക്ഷൻ 6 അനുസരിച്ച് നോൺ റെസിഡൻ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇൻകത്തിന് മാത്രമേ ടാക്സ് ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തുണ്ടാക്കുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ല. ഇനി ഇവർക്ക് എന്ത് ഇൻകമാണ് ഇന്ത്യയിലുള്ളതെന്ന് ചോദിച്ചാൽ, ഈ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ടിൽ അത് FD ആയിക്കോട്ടെ സേവിങ്സ് ആയിക്കോട്ടെ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് അവരെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. അവരിവിടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇന്ത്യയിൽ ഇൻകമാണ്. അവർക്ക് ഇവിടെ ഒരു ഇമോബിൾ പ്രോപ്പർട്ടി ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് ഇവിടുത്തെ ഇൻകമാണ്. അവർ FD റെസിഡൻറ്റ് FD അവർക്ക് ഇടാൻ പാടില്ല. ഇനി സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലിടെയോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിവിഡൻഡ് വരികയോ അങ്ങനെ ഏത് ഇൻകം ഇന്ത്യയിലുള്ള ഒരാൾക്ക്
ഇന്ത്യയിൽ ഏത് ഇൻകം ഉണ്ടാവണോ അതെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടാവാൻ, സാലറി ഒഴികെ. കാരണം ഇന്ത്യയിൽ വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് സാധ്യതയില്ല. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് പ്രവാസിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻകം ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ അതാണ്. അതായത് പ്രവാസിക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന വരുമാനത്തിന് നികുതി കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അത് അദ്ദേഹത്തിനെ ഈ പറയുന്ന 12 ലക്ഷം എന്ന പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മറ്റേ പഴയ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാം. 87A സെക്ഷൻ 87Aയിലാണ് ഇൻകം ടാക്സിൽ ഈ റിബേറ്റ് കൊടുക്കുന്നത്. സെക്ഷൻ 87Aയുടെ ഗുണം കൊണ്ടാണ് ഇത് നമുക്ക് ഈ പറഞ്ഞ 12 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ടെന്നുള്ളൊരു സാഹചര്യം വരുന്നത്. ഈ 87Aയുടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ സെക്ഷനേ ആപ്ലിക്കബിൾ അല്ല. 87A എന്ന് പറയുന്ന സെക്ഷനെ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കണം, 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ആദ്യത്തെ 4 ലക്ഷത്തിന് 0%, 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ഉള്ളതിന് 5%, പിന്നത്തെ 4 ലക്ഷത്തിന് 10% എന്നുള്ള ആ രീതിയിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അല്ലാതെ അത് അവിടെ NRIസിന് ഈ ആനുകൂല്യം കിട്ടില്ല എന്ന് പറയാൻ കാരണം 87Aയുടെ ആനുകൂല്യം റെസിഡൻസിന് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. വരുമാനത്തിൻ്റെ 5 ഹെഡുകൾ എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നമ്മൾ കൊടുത്തിരുന്നില്ല. ഈ 5 ഹെഡുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിന് ഏതൊക്കെ റേറ്റിലാണ് നികുതി കൊടുക്കേണ്ടി വരിക? അതായത് ഇൻകം ടാക്സ് ആക്ടിൽ വരുമാനം എന്നുള്ളതിനെ നിർവചിച്ചേക്കുന്നത് 5 കാറ്റഗറി ആയിട്ടാണ്. അതായത് ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്തിട്ടുണ്ടാവുന്ന വരുമാനം. ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് വരാവുന്ന എന്താണ്, സാലറി വരാം. ജോലി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പെൻഷൻ പറ്റി കഴിയുമ്പോൾ പെൻഷൻ വരാം. ഇത് രണ്ടുമാണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമുക്കൊരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തന്നെ വീട്, നമ്മൾ വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. വാടകയ്ക്ക് കൊടുക്കാവുന്ന എന്തും, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ആ ഹെഡിൻ്റെ പേര്. റെൻ്റൽ ഇൻകത്തിൻ്റെ ടാക്സേഷന് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്ന ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ പേര് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്ത്, ഇമൂവബിൾ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് അതിന് കിട്ടുന്ന വരുമാനം ആ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ഓർഗനൈസേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറോ ഒരു വക്കീലോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ ഒക്കെ പ്രാക്ടീസ് നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ഏജൻസി നടത്തുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ബിസിനസ് ആക്ടിവിറ്റി നടത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റി നടത്തിയിട്ട് അതിൻ്റെ വരുമാനം ഏത് രീതിയിലാണ് ടാക്സ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ എങ്ങനെയാണ് റിട്ടേൺ കൊടുക്കേണ്ടതെന്നും എല്ലാം ഗൈഡ് ചെയ്യണത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലാണ്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മളുടെ കയ്യിൽ കുറച്ചധികം ഫണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളൊരു ഷെയർ വാങ്ങി, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലൊരു ഇമൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടു, അല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു പ്രോപ്പർട്ടി കിട്ടി. ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷെയർ, മ്യൂച്വൽ ഫണ്ട്, അത്തരത്തിലുള്ളത്, അതുപോലെ ഗോൾഡ്, ഈ നമ്മളുടെ വീട്, അങ്ങനത്തെ സാധനങ്ങൾ, ഇത് വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയ വിലയും വിറ്റ വിലയും, ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊരു ലാഭമാണല്ലോ. ആ ലാഭത്തിനെ ഗൈഡ് ചെയ്യണ സെക്ഷൻ ഹെഡാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിനിൽ തന്നെ 2 തരത്തിലുള്ള ഗെയിൻസ് ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നമ്മളുടെ കയ്യിലൊരു നിശ്ചിത കാലയളവ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള അസറ്റുകൾ, അത് ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 2 വർഷം 2 വർഷം നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന 2 വർഷമോ അതിൽ കൂടുതലോ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി ലോങ് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയാണ്. അതിൽ താഴെയുള്ള 2 വർഷത്തിൽ താഴെ നമ്മൾ ഹോൾഡ് ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണെങ്കിൽ 1 വർഷം, നമ്മുടെ കയ്യിൽ 1 വർഷം ഹോൾഡ് ചെയ്തിരുന്ന പ്രോപ്പർട്ടി, 1 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത പ്രോപ്പർട്ടി ക്യാപിറ്റലാണ്, ലോങ് ടൈം ക്യാപിറ്റലാണ്. അതിൽ താഴെയുള്ളത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്രോപ്പർട്ടിയാണ്. ഈ ക്യാപിറ്റൽ ഗെയിനിൽ പിന്നെ അതിൻ്റെ താഴത്ത് ഷോർട്ട് ടൈം, ലോങ് ടൈം, അതിൽ തന്നെ ഈ ഹോൾഡിംഗ് പീരീഡ്, ഇതിനെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതിൻ്റെ ഒരു റൂള്,
അതല്ലാതെ മറ്റു രീതിയിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വിൽക്കുന്നതിനൊരു റൂള്, അതുപോലെ ഈ ഫൈനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഷോർട്ട് ടൈം ലോങ് ടൈം തീരുമാനിക്കുന്നതിനൊരു റൂൾ. അപ്പോൾ അത് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്താൽ നമ്മുടെ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ ഒരു പ്രോഗ്രാം വീണ്ടും നമുക്ക് അതിനുള്ള വിശദീകരണം കൊടുക്കാവുന്നതാണ്. മണി മേസിൽ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്തത് റെസിഡ്യൂവൽ ഇൻകം, അതാണ് അതർ സോഴ്സസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 4 കാറ്റഗറിയിലും പെടുത്താതെ അഞ്ചാമതൊരു ഹെഡ് എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്ത സാധനങ്ങളാണ്. ഇതിൽ നമുക്ക് എന്ത് ഇൻകവും, അതായത് ഇൻകത്തിൻ്റെ നേച്ചറിൽ വരുന്ന സ്പെസിഫിക് ആയിട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യാത്ത എല്ലാം ഈ ഒരു ഹെഡിൽ ഇൻകം ആവും. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് എൻ്റെ അടുത്ത് ഈ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച ഒരാൾ ചോദിച്ചിരുന്നു. അദ്ദേഹം ഒരു പെയിൻറ്റിങ് വർക്കറാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 1300 രൂപയുടെ അടുത്തൊരു ദിവസം ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ടാക്സ് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം അതൊരു നമ്മൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു ലേബററാണ്. പക്ഷേ ഈ നിയമം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് കാറ്റഗറിയിൽ അതിനെ പെടുത്തും എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അദ്ദേഹം ഒരു സാലറി ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എപ്പോഴും ജോലി ചെയ്യുന്ന ആളുമായിട്ട് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അദ്ദേഹം ഒരു ബിസിനസ് ആണോ ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്ല. ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ എലമെൻ്റ് ഇല്ല, ഹൗസ് പ്രോപ്പർട്ടിയുടെ എലമെൻറ്റും ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കണേ? ഇദ്ദേഹം ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഈ ഇൻകം ഡിക്ലെയർ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു പുള്ളി. ഈ 1300 രൂപ ഇൻറ്റു ഒരു 300 ദിവസം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ടാക്സബിൾ ലിമിറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 4 ലക്ഷം ആയപ്പോഴത്തേക്കും നമുക്കൊരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ വരില്ല എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു സംശയം ഉണ്ടാകുന്നത്, ഇപ്പം ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു ലേബറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പണിക്കൂലി എന്ന് പറയുന്നത് ഇൻകമായിട്ട് കണക്കാക്കാം. അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് വരുന്നതുമാണ്. അതുപോലെ ഒന്നാണ് ഈ പലരും കടം വാങ്ങുന്ന തുകകൾ, ബാങ്ക് അക്കൗണ്ടിലേക്ക് കടം വാങ്ങുന്ന തുകകൾ. ഇതിനെ ഏത് തരത്തിലാണ് പരിഗണിക്കുക? ബാങ്കിലേക്ക് വരുന്നത് മാത്രമല്ല, അദ്ദേഹം ക്യാഷ് ആയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതിന് കണക്കില്ല എന്നുള്ളൂ. അതായത് എങ്ങും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കണക്കുണ്ടെന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ഇൻകം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ ടാക്സ് അടയ്ക്കാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായി. അതായത് നമ്മൾ ആ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ മുൻ സാഹചര്യത്തിൽ 3 ലക്ഷം, ഇപ്പോൾ 4 ലക്ഷം, അതിന് മുകളിൽ അദ്ദേഹത്തിന് കാശായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനായി എന്നുള്ളതാണ് സത്യം. ഇനി ചോദിച്ച കാര്യം, ശ്രീജിത്ത് ചോദിച്ച കാര്യം, ലോൺ. അതായത് നമ്മൾ എല്ലാവർക്കും കൈക്കടം വാങ്ങുക എന്ന് പറയുന്ന ഒരു അത്യാവശ്യത്തിന് കൈക്കടം വാങ്ങുക എന്ന് പറയുന്നത് അത് അധികമാരും ശ്രദ്ധിക്കാത്തൊരു നിയമമാണത്. അതായത് ഇൻകം ടാക്സിൽ കടം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നോ, വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ എന്നുള്ളതല്ല, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് പണം കടം വാങ്ങുന്നത് ക്യാഷായിട്ടാണെങ്കിൽ 20,000 രൂപയേ പാടുള്ളൂ. 20,000 രൂപയെ കൂടുതൽ നമുക്ക് പണം കടമായിട്ട് ക്യാഷായിട്ട് വാങ്ങുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് അത് കണ്ടുപിടിച്ചാൽ അത്രയും രൂപയാണ് അതിൻ്റെ പെനാൽറ്റി. അതായത് ഇപ്പോൾ ശ്രീജിത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, എനിക്കൊരാവശ്യത്തിന് വേണ്ടി ഞാൻ ശ്രീജിത്തിനോട് ഒരു 50,000 രൂപ കടം ചോദിച്ചു. ശ്രീജിത്ത് 50,000 രൂപ ക്യാഷായിട്ട് എനിക്ക് തന്നു. നാളെ എൻ്റെ ഗതികേടിന് എൻ്റെ അടുത്ത് ഒരു ഇൻകം ടാക്സ് സെർച്ച് ഉണ്ടാവണം. ഈ 50,000 രൂപ എൻ്റെ നിന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് ശ്രീജിത്തിൻ്റെ നിന്ന് കടം വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ ശ്രീജിത്തിന് ഒരു പ്രശ്നമില്ല. കടം വാങ്ങി എനിക്ക് 20,000 രൂപ അവർ അലവ് ചെയ്തു തരും. ബാക്കി 30,000 രൂപയ്ക്ക് ഞാൻ ആ 30,000 രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതിൽ കൊടുത്ത തുക തന്നെ പെനാൽറ്റി ആയി അടയ്ക്കേണ്ടി വരും. കടം വാങ്ങിയ തുക തന്നെ. കൊടുത്ത ആൾക്കല്ല ലയബിലിറ്റി, വാങ്ങിയ ആൾക്കാണ് ലയബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 5 കോടി രൂപ വാങ്ങണതിനും കുഴപ്പമില്ല. ത്രൂ ബാങ്ക് വാങ്ങുക, ത്രൂ ബാങ്ക് കൊടുക്കുക. ഈ വാങ്ങിയ പോലെ തന്നെ കൊടുക്കുന്നതിനും ഇതേ ലിമിറ്റ് ഉണ്ട്. അതായത് ഞാൻ 50,000 രൂപ കടം വാങ്ങി, 50,000 രൂപ കടം തിരിച്ചു കൊടുത്തു. ഈ 2 ട്രാൻസാക്ഷനും ക്യാഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ കഴിച്ച് 80,000 രൂപ തന്നെ പെനാൽറ്റി അടിക്കാം. അതാണ് നമ്മുടെ നിലവിലുള്ള റൂള്. ഇത് അധികം ആർക്കും ഇത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇതൊന്നും പിടിക്കാൻ അത്ര ഈസി അല്ലാത്തത് കൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുക, ഇപ്പോൾ ചികിത്സാ സഹായമായി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് സഹായമായിട്ട് പലരും കൊടുക്കുന്നതാണ്. ഇതും നികുതി ബാധ്യതയുള്ള പണമായി മാറില്ലേ? ചികിത്സാ സഹായം എന്നല്ല, നമ്മളുടെ അക്കൗണ്ടിൽ എന്ത് എമൗണ്ട് വന്നാലും അതിന് നമ്മൾ അക്കൗണ്ടബിളാണ്. അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഈ എമൗണ്ട് എന്താണ് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ
ഒരു വർഷം പരമാവധി പലരിൽ നിന്നായിട്ട് നമുക്ക് അങ്ങനെ വാങ്ങാവുന്ന തുക എന്ന് പറയുന്നത് 50,000 ചികിത്സാ സഹായം ആയിക്കോട്ടെ, അല്ലാത്ത ഗിഫ്റ്റ് ആയിക്കോട്ടെ, എന്തായാലും 50,000 രൂപയെ കൂടുതൽ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിളാണ്. അതർ ഇൻകത്തിൽ ഈ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ടാക്സബിളായിട്ട് വരും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലാത്ത ആരുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് വരുന്നത് നമുക്ക് ലോണാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം വരില്ല. പക്ഷേ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് ഈ 50,000 കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. നമ്മൾ 5 പേരുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ വീതം സ്വീകരിച്ചിട്ടുണ്ട്. നാളെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇതെല്ലാം ഗിഫ്റ്റാണ്, ഇതാരും നമ്മളുടെ ഈ ബന്ധുക്കൾ എന്ന ഡെഫിനിഷനിൽ വരാത്ത ആൾക്കാരാണ് എങ്കിൽ 50,000 കഴിച്ച് 4,50,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് എവിടെയാണ് ഡേഞ്ചറസ് ആവണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പെട്ടെന്നൊരു നാട്ടിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നു, അയാൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യണം എന്നുള്ളപ്പോഴത്തേക്കും നമ്മൾ ആരെങ്കിലും 2 പേര് ചേർന്നിട്ടൊരു അക്കൗണ്ട് തുടങ്ങും. അതിൻ്റെ അകത്തേക്ക് ഫണ്ട് മുഴുവനും കൂടി വരുത്തും. നാളെ ഒരിക്കൽ ഈ അക്കൗണ്ടിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ടെക്നിക്കലി അതിൽ വന്ന് ഈ 50,000 കഴിച്ചുള്ള എമൗണ്ട് ടാക്സബിൾ ആണോ? അതിലെന്തെങ്കിലും ലയബിലിറ്റി കൂടി വരാൻ സാധ്യതയുണ്ട്? ലയബിലിറ്റി വരും. ടാക്സബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി വരുമല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ളൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളെ അസസ് ചെയ്യുന്ന ഓഫീസറുടെ അടുത്ത് ഇതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പക്ഷേ നിയമപരമായിട്ട് അതിനൊരു സാധ്യതയുമില്ല. പിന്നെ ഒരു മാനുഷികമായ പരിഗണന കൊണ്ട് ആ ഓഫീസർ നമ്മളതിൻ്റെ ചികിത്സാ രേഖകളും ഇന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ അദ്ദേഹം അത് ആ രീതിയിൽ അദ്ദേഹത്തിനത് സെറ്റസൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കേണ്ടി വരും. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സംബന്ധിച്ചുള്ള സംശയമാണ് മറ്റു പലരും ഉന്നയിക്കുന്നത്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ പലിശ അത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? അത് നികുതി ബാധ്യതയുള്ള വരുമാനമാണോ എന്നത്? ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതർ ഇൻകത്തിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ 5ാമത്തെ ഹെഡിലാണ് വരുന്നത്. കാരണം അത് നമ്മൾ അതിനൊരു ക്രൂഡായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മരം നട്ടിട്ട് അതിൽ നിന്ന് മാങ്ങയോ ചക്കയൊക്കെ കിട്ടണ പോലെ, ഒരു പ്ലാവ് നട്ടിട്ട് ചക്ക കിട്ടണ പോലെ, അല്ലെങ്കിൽ മാവ് നട്ടിട്ട് മാങ്ങ കിട്ടണ പോലെയാണത്. നമ്മൾ ആ ഇട്ട എമൗണ്ട് അവിടെ കിടപ്പുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമ്മൾ ആ എമൗണ്ട്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമ്മളുണ്ടായിരുന്ന അസറ്റ് കൊടുത്തിട്ടാണ് നമുക്കൊരു വരുമാനം കിട്ടണം. അപ്പോഴാണ് അവിടെ ക്യാപിറ്റൽ, അതായത് ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടാണ് നമുക്കൊരു ലാഭം കിട്ടണം. അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, നമ്മൾ ഇട്ട എമൗണ്ട് അവിടെ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമുക്ക് ടാക്സബിൾ ആവുന്നത്. അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുന്നത്. എനിക്ക് തോന്നുന്നു ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഞാൻ ആ കമൻറ്റ് കണ്ടിരുന്നു. ഇത് ടാക്സബിൾ ആണോ എന്നാണ് ചോദിച്ചതാണ്. 12 ലക്ഷത്തിന് മുകളിൽ തീർച്ചയായിട്ടും 12 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അതായത് ഈ ചോദിച്ച അദ്ദേഹത്തിന് 12 ലക്ഷം രൂപയെ ഇൻകം ഫ്രം FDO, ഇൻകം ഫ്രം SBO, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഡിവിഡൻഡോ, അങ്ങനെ ഏതാണെങ്കിലും ഈ അതർ സോഴ്സിൽ വരുന്ന വരുമാനങ്ങളിൽ ഈ കുറച്ച് സ്പെഷ്യൽ റേറ്റുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, മറ്റേ സമ്മാനം കിട്ടുന്നതിൻ്റെ ലോട്ടറി അങ്ങനത്തെ കാര്യങ്ങൾ, അത് സ്പെഷ്യൽ റേറ്റാണ്. അതൊഴികെയുള്ള അതർ സോഴ്സ് വരുമാനങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. അതിനൊപ്പം തന്നെയുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അതർ ഇൻകം സോഴ്സിലാണ് വരുന്നത്, അതിന് ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ മട്ടിൽ ഇപ്പോൾ 15G സമർപ്പിച്ചില്ല എങ്കിൽ TDS കട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ടാക്സബിൾ എമൗണ്ട് അല്ലേ, അല്ല ടാക്സബിൾ ആയിട്ടുള്ളൊരു തുകയല്ലേ എന്നുള്ളൊരു സംശയം അല്ല. രണ്ടും രണ്ടാണ്. അതായത് ഈ TDS എന്ന് പറയുന്നത് ഒരു വിത്ത് ഹോൾഡിങ് സിസ്റ്റമാണ്. അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ TDS കട്ട് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹം ഈ ടാക്സ് അടക്കില്ല എന്നൊരു തോന്നൽ ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന സമയത്താണ്. അത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല, നമ്പർ ഓഫ് കേസസിൽ TDSും TCS ഒക്കെ ഉണ്ട്. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. അതിന് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ്റിന് ഒരു കണക്ക് കിട്ടുക എന്നുള്ളതാണ്. ഏകദേശം ഇത്രയും രൂപയുടെ ഇന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 2, അത് എത്ര രൂപ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, ഈ ഒരു വിത്ത് ഹോൾഡിങ് ഉള്ളത് കൊണ്ട് ആ എമൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആളെ കൊണ്ട് ഇത് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിത്ത് ഹോൾഡിങ് ഒബ്വിയസ്ലി ഇത്രയും എമൗണ്ട് വിത്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് കുറച്ച് കാലത്തേക്ക് ആ ഒരു ഫണ്ട് അവൈലബിൾ ആവുമെന്നുള്ള ഒരു ഗുണമുണ്ട്. പിന്നെ ആളുകളെ റിട്ടേൺ ഫയൽ ചെയ്യാൻ കമ്പൽ ചെയ്യിക്കുക എന്നുള്ള ഗുണമുണ്ട്. മൂന്നാമത്തെ, ഈ നടക്കുന്ന ട്രാൻസാക്ഷൻ ഗവൺമെൻറ്റിന് അറിയാമെന്നുള്ള ഗുണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് TDS വരുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് ചോദിച്ച 15G 15H എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു പക്ഷേ ഈ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളുടെ ഒരു വർഷത്തെ ടോട്ടൽ വരുമാനം നികുതി അടയ്ക്കാനുള്ള പരിധിയിൽ താഴെയാണെങ്കിൽ മാത്രം
നമുക്ക് ബാങ്കിൽ പറയാം എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല, എനിക്ക് എൻ്റെ ടോട്ടൽ ഇൻകം ഇതിന് കുറവുള്ള ഒരു തുകയാണ്, അതായത് എനിക്ക് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് TDS പിടിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഗവൺമെൻറ് തന്നിരിക്കുന്ന 2 ഫോംസാണ് 15Gയും 15Hഉം. 15G എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസ് അല്ലാത്തവർക്കുള്ളതാണ്, 15H എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺസിനുള്ളതാണ്. ഇത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, നോൺ റെസിഡൻസിന് ഈ 15G 15H സബ്മിറ്റ് ചെയ്യാൻ എലിജിബിൾ അല്ല അവർ, അത് റെസിഡൻസിന് വേണ്ടി മാത്രമുള്ള ഫോമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ബാങ്കോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നമ്മളോട് 15G തന്നിട്ട് ഒപ്പിട്ടോളാൻ പറയും, നമ്മൾ കൂളായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും. അവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എന്നാണ് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നത്. ബാങ്കിന് അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ ഇൻകം ടാക്സിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്, എനിക്ക് ഇത്ര ഇൻകം ഉള്ളൂ, അതുകൊണ്ട് തന്നെ TDS നിന്ന് ഒഴിവാക്കണമെന്ന്. നമ്മൾ നാളെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഇൻകം ഫയൽ ചെയ്താൽ, ഇതുവരെ നടപടിയൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിങ്ങുകളിലെല്ലാം മെഷീൻ ഇൻ്റർവെൻഷൻ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഡേഞ്ചറസ് ആയിട്ട് കയറി വരാം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിന് തെറ്റായ ഒരു സബ്മിഷൻ കൊടുത്തു എന്നുള്ള ഒരു ചാർജ് നമുക്ക് അഗെയിൻസ്റ്റ് വരാം. അതുകൊണ്ട് 15G 15H കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ മാത്രം കൊടുക്കുക, ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ നോൺ റെസിഡൻസിന് ഇനി ബാങ്കുകാർ എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ പോലും കൊടുക്കരുത്, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഫോം അല്ല അത്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങളിലൊന്നാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ എത്ര ലിമിറ്റ് കഴിഞ്ഞാലാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത്. വേറെ ഇൻകം ഒന്നും ഇല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ, അയാൾ ന്യൂ റെജീമാണോ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് 12 ലക്ഷം രൂപ വരെ FD ഇൻട്രസ്റ്റിനോ SB ഇൻട്രസ്റ്റിനോ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അതാണല്ലോ ക്വസ്റ്റ്യൻ, നമ്മളുടെ കമൻറ്റിലെ ക്വസ്റ്റ്യൻ, അയാൾക്ക് ടാക്സ് കൊടുക്കണ്ട. 12 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുത്തു തുടങ്ങേണ്ടി വരും. 12,70,70,000 കഴിഞ്ഞാൽ ഫുൾ റേറ്റിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. വേറൊരാൾ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്, മറ്റ് വരുമാനങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഇൻകം കൊണ്ടാണ് വരുമാനം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാനം. അപ്പോൾ അദ്ദേഹത്തിന് ഈ 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ, അതിന് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് സംശയം. എക്സാക്ട്ലി 4 ലക്ഷം രൂപയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ഒന്ന് ഈ സാലറിയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ പോലത്തെ വരുമാനമല്ല, ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുള്ളതുകൊണ്ട് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് ഇൻഫർമേഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട് 2 പേപ്പറുകൾ, 2 ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ്. ആ ഡോക്യുമെൻറ്റ്സിൽ ഈ ഡാറ്റ മുഴുവൻ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുള്ളത് കൊണ്ട് ഇദ്ദേഹം ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് അഭികാമ്യം. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ടാക്സ് ഫയൽ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യന്. ഇനി അദ്ദേഹം ഫയൽ ചെയ്തില്ലെങ്കിലും നാളെ ഒരു നോട്ടീസോ എന്തെങ്കിലും വന്നാൽ അദ്ദേഹം എനിക്ക് ഇത്ര ഇൻകമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര സിമ്പിളല്ല. ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക, അതിൽ കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന ആളുടെ കേസിൽ അത് വളരെ അതിൻ്റെ അകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം, അതിൽ ബിസിനസ് ഇൻകത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന ഷെയറുകൾ, ഈ ഷോർട്ട് ട്രേഡിംഗ്, ഡേ ട്രേഡിംഗ് എന്നൊക്കെ പറയും, അത് ബിസിനസ്സായിട്ടാണ് കൺസിഡർ ചെയ്യണത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എൻ്റെ റോള് നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ നിർത്താൻ പറ്റില്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള വരുമാനം എന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു ബിസിനസ് വരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറും അത്. പിന്നെ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ, അതും ഈ പറഞ്ഞ രീതിയിൽ വരുന്നൊരു ബിസിനസ് ഇൻകമാണ്. അപ്പോൾ അത്തരം ഇതും കൂടി ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന ആൻസറിനെ ബേസ് ചെയ്തിട്ട് 4 ലക്ഷം രൂപ വരെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു പ്ലെയിൻ ആൻസറിൽ അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നവരോട് ഒരു ഡിസ്കഷനും കൂടി ചെയ്തിട്ട് റിട്ടേൺ തീർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക്നിക്കലാണ്. അതായത് 4 ലക്ഷം രൂപ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം. ഇപ്പോൾ അതായത് പുള്ളി 4 ലക്ഷം എന്ന് പറഞ്ഞത് ഈ പുതിയ റെജീമിലെ 0 to 4% ഇത് വരും, അതിന് ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരില്ല. കാരണം മറ്റ് ഇൻകങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക്, അതായത് സ്പെഷ്യൽ റേറ്റ് ഇൻകങ്ങളുള്ള ഒരാൾക്ക് ലോട്ടറി സമ്മാനങ്ങൾ ഒഴികെ ഈ തരത്തിലുള്ള ഇൻകങ്ങൾ, ഇത് സ്പെഷ്യൽ റേറ്റ് ആണെങ്കിൽ പോലും ഈ 4 ലക്ഷം രൂപ വരെയുള്ള ബേസിക് എക്സംഷൻ അവൈലബിൾ ആണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ പോലും 4 ലക്ഷം രൂപ അവൈലബിൾ ആണ്. അതെ. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയേണ്ടത് 4 ലക്ഷം രൂപ വരെ ഇൻകം ഉണ്ടെങ്കിൽ
ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ബേസിക് എക്സംഷനാണ് പുള്ളിയുടെ ക്വസ്റ്റ്യൻ. അതായത് ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല എന്ന് പറയുന്ന ബെനിഫിറ്റ് ഇദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് തോന്നാനുള്ള കാരണം ഇതൊരു സ്പെഷ്യൽ റേറ്റ് ഇൻകം ആണല്ലോ എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ. അതെ, സ്പെഷ്യൽ റേറ്റ് ഇൻകം ആണെങ്കിൽ തന്നെയും സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിൽ ലോട്ടറിക്ക് ഒഴികെ, കാരണം ലോട്ടറിക്ക് ഒരു എക്സംഷനും ഇൻകം ടാക്സ് ആക്ട് തരണില്ല. അതുകൊണ്ട് ലോട്ടറി ഒഴികെ അല്ലെങ്കിൽ മറ്റേ റിയാലിറ്റി ഷോ ഇൻകം, ആ തരത്തിലുള്ള വിന്നിങ്സ് ഒഴികെ ഈ പറഞ്ഞ സ്പെഷ്യൽ റേറ്റ് ഇൻകം ആണെങ്കിൽ പോലും അയാൾക്ക് വേറെ ഇൻകം ഇല്ലെങ്കിൽ ഈ 4 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ 4 ലക്ഷം കഴിഞ്ഞിട്ടുള്ള 2 ലക്ഷം രൂപയ്ക്ക് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് അടച്ചാൽ മതി. അതായത് കൃത്യമായ റിട്ടേൺസ് അദ്ദേഹം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അത് കിട്ടും, ആനുകൂല്യം കിട്ടും. നോർമലി എല്ലാ ബാങ്കുകളും തുടർച്ചയായിട്ട് ഒരുമിച്ച് ചെയ്ത 3 റിട്ടേണുകൾ അവർ ഇൻകം പ്രൂഫ് പർപ്പസിന് എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ ലോൺ എടുക്കാൻ വേണ്ടി ചെന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന റിട്ടേൺ ആണെന്ന്. നമ്മൾ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഇൻകം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്രയും നല്ലൊരു ഡോക്യുമെന്റ് വേറെ ഇല്ല എന്നുള്ളതാണ്.